പ്രമുഖ ചരിത്രകാരൻ MGS നാരായണൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. പ്രമുഖ MGSന്റെ വസതിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. മാവൂർ സ്മൃതി പഥത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. രാവിലെ കോഴിക്കോട് മലാപ്പറമ്പിലെ വീട്ടിലായിരുന്നു 92കാരനായ MGS നാരായണന്റെ അന്ത്യം. കഴിഞ്ഞ കുറേ നാളുകളായി വിശ്രമ ജീവിതത്തിലായിരുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ MGSന്റെ വസതിയിലെത്തി അന്ത്യോപചാരമർപ്പിച്ചു. കക്ഷി രാഷ്ട്രീയ മതചിന്തകൾക്കപ്പുറം ചരിത്രത്തെ കണ്ടെത്തിയ ആളാണ് MGS എന്ന സഹപ്രവർത്തകനും ചരിത്ര പണ്ഡിതനുമായ MR രാഘവ വാര്യർ അനുസ്മരിച്ചു. സാർവത്രികമായ വിജ്ഞാനം എന്ന ആദർശത്തെയാണ് MGS നാരായണൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഏതു കാലത്തും അദ്ദേഹത്തിൻ്റെ അനേകം കൃതികൾ ഇപ്പോഴും നമുക്ക് നമ്മുടെ പൈതൃകത്തിൻ്റെ സിദ്ധിയായി നമ്മുടെ കയ്യിലുണ്ട്. നാടിന്റെ ചരിത്രം സാധാരണക്കാരിലെത്തിക്കാൻ അക്ഷീണം പ്രയത്നിച്ച വ്യക്തിത്വമായിരുന്നു MGS നാരായണന്റേതെന്ന മന്ത്രി AK ശശീന്ദ്രൻ. തന്നെ പ്രശംസിക്കുന്നുണ്ടോ വിമർശിക്കുന്നുണ്ടോ എന്ന് നോക്കാതെ കണ്ടെത്തിയ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന അതീവ സൂക്ഷ്മതയോടുകൂടിയ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇനി ആ ശ്രേണിയിൽ നിർത്താവുന്ന ഒരു ചരിത്ര ഗവേഷകൻ കേരളത്തിലുണ്ടോ എന്നൊരു കാര്യം സംശയമാണ്. ചരിത്രപരമായ കാര്യങ്ങൾക്ക് അവസാന വാക്കായിരുന്നു MGS നാരായണൻ എന്ന ലീഗ് നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കേരളത്തിൻ്റെ തന്നെ, പ്രത്യേകിച്ച് മലബാർ ചരിത്രത്തിലെ, തെന്നിന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഒരു നല്ലൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് ഈ പെരുമാൾ രാജാക്കന്മാരുടെ ആ ഒരു പിന്മുറ, അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചരിത്രത്തിൻ്റെ വിലയിരുത്തൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ മലബാർ സമരത്തെക്കുറിച്ചും സത്യസന്ധമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകൾ നമുക്ക് കാണുവാൻ കഴിയുക. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു മാവൂർ സ്മൃതി പഥത്തിലെ സംസ്കാര ചടങ്ങുകൾ. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച മന്ത്രി AK ശശീന്ദ്രൻ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് മലയാളം, കോഴിക്കോട്.